നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ഇന്ത്യയുടെ ഏറ്റവും വടക്കുകിഴക്കൻ സംസ്ഥാനമായ നാഗാലാൻഡിലാണ് കേട്ടോ. മനോഹരമായ പർവ്വത പ്രദേശങ്ങളുള്ളതും വർണ്ണാഭമായ ഉത്സവങ്ങൾ ആഘോഷിക്കുന്ന നിരവധി ഗോത്രങ്ങളുടെ ആസ്ഥാനമാണ് നാഗാലാൻഡ്. കൊഹിമയാണ് തലസ്ഥാനം. ധിമാപൂരാണ് ഏറ്റവും വലിയ പട്ടണം. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ധിമാപൂരിലെ കച്ചാരി റൂയിൻസ് കാണാൻ വേണ്ടിയാണ്. എൻ്റെ ഒപ്പം കലാമണ്ഡലം പ്രഭാകരൻ മാഷുണ്ട്, രഞ്ജിത്ത് ചേട്ടനുണ്ട്, പ്രവീൺ ചേട്ടനുണ്ട്, നാഗാലാൻഡിൽ തന്നെ വർക്ക് ചെയ്യുന്ന അജിത് സാറുണ്ട്. എന്താണ് ഈ കച്ചാരി റൂയിൻസിന്റെ പ്രത്യേകത എന്നറിയാമോ? ഇന്ത്യയിൽ ഏറ്റവും കുറവ് സഞ്ചാരികൾ എത്തുന്ന സംസ്ഥാനങ്ങളിലൊന്നാണ് നാഗാലാൻഡ് എന്നാണ് കണക്കുകൾ പറയുന്നത്. പലർക്കും അറിയാവുന്നത് യഥാർത്ഥ നാഗാലാൻഡിന്റെ വളരെ കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ്. നാഗാലാൻഡിൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഇന്നും കണ്ടെത്തപ്പെടാതെ കിടക്കുന്നുണ്ട്. ചരിത്രകാരന്മാർക്കോ ഗവേഷകർക്കോ അധികം മനസ്സിലാക്കാൻ സാധിക്കാത്ത അത്തരത്തിലുള്ളൊരു പ്രദേശമാണ് കച്ചാരി രാജ്ഭാരി റൂയിൻസ്. ഈ തൂണുകൾ പോലുള്ള അവശിഷ്ടങ്ങളിൽ പലതും 10-ാം നൂറ്റാണ്ടിലേതാണെന്നും കച്ചാരി നാഗരികതയുടെ കാലത്തുള്ളതാണെന്നും പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ബ്രഹ്മപുത്ര വാലിയിലെ സാമ്രാജ്യമായിരുന്ന അഹോം രാജവംശത്തിന്റെ അധിനിവേശത്തിന് മുൻപ് ഇന്നത്തെ ധിമാപൂർ ഉൾപ്പെടെയുള്ള ഈ പ്രദേശങ്ങൾ കച്ചാരി രാജ്യത്തിന്റെ കീഴിലായിരുന്നു. ഈ തൂണുകൾ ചിലത് തകർന്ന നിലയിലും ചിലത് ഗാംഭീര്യത്തോടെയാണ് നിൽക്കുന്നത്. നൂറ്റാണ്ടുകളായി ഇവിടെയുള്ള ഈ തൂണുകൾ എന്തിനാണ് നിർമ്മിച്ചതെന്നോ ഇതിന്റെ കൃത്യമായ ഉദ്ദേശം എന്താണെന്നോ ഇതുവരെ ആർക്കും വ്യക്തമാക്കാൻ സാധിച്ചിട്ടില്ല. ഈ ഘടനകൾ ഫാലിക് ചിഹ്നവുമായി, അതായത് പുരുഷലിംഗത്തോട് സാമ്യമുള്ളതാണെന്നും അക്കാലത്ത് ഇതിന് പ്രാധാന്യമുണ്ടായിരുന്നിരിക്കാമെന്നും ചില ഗവേഷകർ അഭിപ്രായപ്പെടുന്നു. എന്നാൽ മറ്റ് ചില ഗവേഷകർ പറയുന്നത് ഇത് ചതുരംഗ കളിയോട് സാമ്യമുള്ള വിനോദത്തിന് വേണ്ടി നിർമ്മിച്ച കരുക്കളാണെന്നും അഭിപ്രായപ്പെടുന്നു. ബ്രിട്ടീഷ് ഭരണകാലത്ത് ആസാമിലെ കൊളോണിയൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായിരുന്ന ലഫ്റ്റനന്റ് ഗ്രഞ്ച് നാഗാ കുന്നുകളിലേക്ക് നടത്തിയ പര്യവേഷണങ്ങളാണ് ഈ പ്രദേശത്തെ പിന്നീട് പുറം ലോകത്തേക്ക് എത്തിച്ചത്. ഈ നിഗൂഢമായ ഘടനകളുടെ കൃത്യമായ ഉദ്ദേശം ഇന്നും വ്യക്തമല്ല. ധിമാപൂർ ടൗണിൽ നിന്ന് ഏകദേശം 3 കിലോമീറ്ററാണ് ഇങ്ങോട്ടുള്ള ദൂരം. നമുക്കിവിടെ ടിക്കറ്റ് ഒന്നും എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാര്യമായിട്ട് തിരക്കൊന്നും ഇവിടെ ഉണ്ടാവാറില്ല എന്നാണ് ഇവിടെ നിന്ന് അറിയാൻ കഴിഞ്ഞത്. ഞങ്ങൾ വന്ന ദിവസം സത്യം പറഞ്ഞാൽ ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല, ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത്യാവശ്യം നല്ല ചൂടും ഉണ്ട് കേട്ടോ. അത് ഈ ഒരു ടൈമിൻ്റെയാണ്. ഡിസംബർ മാസം മുതൽ ഇവിടെ നല്ല തണുപ്പായിരിക്കും. ഡിസംബറിലാണ് കേട്ടോ ശരിക്കും നാഗാലാൻഡ് നല്ല കളർഫുൾ ആവുന്നത്. ഡിസംബർ 1 മുതൽ ഡിസംബർ 10 വരെ കോഹിമയിൽ ഹോൺബിൽ ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. നാഗാലാൻഡ് സന്ദർശിക്കാൻ ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് ഈ ഡിസംബർ 1 മുതൽ ഡിസംബർ 10 വരെയാണ്. ആ സമയത്ത് ഇവിടെ നല്ല തിരക്കായിരിക്കും കേട്ടോ നാഗാലാൻഡിൽ. ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഷോള് ആവോ ട്രൈബ്സിൻ്റെ ആണ് കേട്ടോ. ഞങ്ങൾക്ക് ഇവിടുന്ന് ഒരു പ്രോഗ്രാം അവതരിപ്പിച്ചതിന് ലഭിച്ച ആദരവാണ്. മലയാള സമാജമാണ് ആദരവ് നൽകിയത്. നാഗാലാൻഡ് സീരീസിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ യൂട്യൂബിൽ ചെയ്യുന്നുണ്ട്. ഇതൊരു ഷോർട്ട് വീഡിയോ ആയിരുന്നു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ശരി, മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം കാണാം. അതുവരേക്കും ട്രാവൽ ആൻഡ് ആർട്ട് സൈനിങ് ഓഫ്, അരുൺ ഫ്രം നാഗാലാൻഡ്.